വാഴയിലയ്ക്കുള്ളിൽ വട്ടയില. 2 ദിവസം ഇലയപ്പം ഓട്ടട ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളാണിത്. പ്രിയ ചിറ്റയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞേക്ക് കേട്ടോ. നീ വിളിക്കുമ്പോൾ പറഞ്ഞേര് പ്രിയ ചിറ്റ ഒരു വലിയ ഉപകാരമാണ് ചെയ്തിരുന്നു മായമ്മയ്ക്ക്. ഇത് കുരുമുളക്, ഇത് വീട്ടിലെ കുരുമുളക്. പിന്നെ അമ്മ ഉണക്കമാങ്ങ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്നു. ഇനി വീണ്ടും കുറച്ചുകൂടെ കൊടുത്തു വിട്ടേക്കുന്നു. ഞാൻ കൊടുത്തു വിടരുതെന്ന് പറഞ്ഞാൽ എന്നാലും കൊടുത്തു വിട്ടേക്കുന്നു. ആ സാരമില്ല, ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. കുരുമുളക് അത്യാവശ്യമാണ്. പൊതി തുറന്ന് നോക്കട്ടെ. പുളി, നാട്ടിലെ പുളി ഇവിടെ കിട്ടത്തില്ലല്ലോ. ഇത് അത്യാവശ്യം തന്നെ. ഞാൻ അറിഞ്ഞ സംഭവങ്ങളല്ല. പണ്ടൊക്കെ ആണെങ്കിൽ കൊച്ചമ്മാവനും കുഞ്ഞമ്മാവനും ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം മെയിൻലി കൊണ്ടുവരുന്നത് സോപ്പുകൾ. അത് ബാംഗ്ലൂരിലെ പല പല സോപ്പുകൾ. അന്ന് അതിനായിട്ടിങ്ങനെ കാത്തിരിക്കും നമ്മള്. ഇപ്പൊ നോക്ക്, നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് വരുന്ന ഐറ്റംസ്. രാധാസ് ഇല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. രാധാസ് ഇവിടെ നിന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഒരു കടകളിൽ ഞാൻ രാധാസ് സോപ്പ് കണ്ടിട്ടില്ല. പിന്നെ ക്യൂട്ടി, ഇതൊക്കെ നാട്ടിലെ സോപ്പുകളല്ലേ. ഇതൊക്കെ എണ്ണത്തിലിങ്ങനെ കാണുന്നെങ്കിൽ ഇവിടെ രാധാസ് 2 ദിവസത്തേക്ക് പോലും ഇല്ല. ഇവിടെ എല്ലാരും ഈ 2 സമയമാ കുളി. പക്ഷെ ആ ഒരു മണം, രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളിന്റെ കാന്തിയും ഒത്തിണങ്ങിയ പ്രകൃതിയുടെ സുഗന്ധം. ടെങ്. ആ പരസ്യം നീ കേട്ടിട്ടുണ്ടോ? പിന്നെ ക്യൂട്ടി സോപ്പ് ഇനി ഉണ്ടല്ലോ, കുറെ ഉണ്ട്. അടിക്കാണ് വെളിച്ചെണ്ണ. ഇത് 10 കിലോയുടെ കാർട്ടൻ. ഇതിനകത്ത് എന്ത് വന്നു ഇതൊക്കെ നോക്കാം. പിന്നെ 10 kg ഫുൾ പാക്കിങ്. പക്ഷേ 10 കിലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏപ്രിൽ വരെ ഓടണം. നാട്ടിൽ പോയാൽ ഒഴിവാക്കാനാവാത്ത വേറൊരു കാര്യം, സുഗന്ധ തൈലങ്ങൾ. വീടൊക്കെ തുടച്ചു കഴിഞ്ഞ് ഇതിന്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ നല്ല മണമാണ്. പല ഫ്ലേവേഴ്സ്. ജാസ്മിൻ, നല്ല മണമായിരിക്കും വീട്ടിനുള്ളിൽ. ഒരു ഡ്രോപ്പ് മതി. ഇതും ജാസ്മിൻ. ലാവൻഡറൊക്കെ നല്ല ഫ്ലേവറാണ്, നല്ലൊരു മണമായിരിക്കും. നാല് പാക്കറ്റ് അരവണ, 1 പാക്കറ്റ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പമൊക്കെ ചീത്തത്തിലല്ല. നോക്കട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. ഒരു പാക്കറ്റ് അട സത്യത്തിൽ ഇവിടെ ഇരിപ്പുണ്ട്. കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതാ. JK കഴിഞ്ഞ ജൂണിൽ പോയപ്പോ കൊണ്ടുവന്ന 4 കവറിൽ ഇനിയും കുറച്ചുകൂടി ഇരിപ്പുണ്ട്. 1 കവർ ഇനി ഇരിപ്പുണ്ട്. ഹാട്ട കുഴപ്പമില്ല. ഇതിന്നൊക്കെ ആൾക്കാർ വരുന്ന പോലെ കെട്ട് പൊട്ടിക്കുക എന്നുള്ളത്. ഇതിന്റെയൊക്കെ പാക്കിങ് കഴിക്കുന്നതാണ് നിനക്കെട്ട് പണി. ഇനി ഇത് വീണ്ടും അടിക്കണം. വെയിറ്റ്. അങ്ങനെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം വെളിച്ചെണ്ണ, അക്ഷയ വെളിച്ചെണ്ണ. ഇതിന്റെ വില എത്ര? 10 kg. ഒരെണ്ണത്തിന്റെ വില കൂടിപ്പോ വെളിച്ചെണ്ണ വില 680. സിദ്ധു വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ 1/2 കിലോ കഴിഞ്ഞ ആഴ്ച പോയി മേടിച്ച്. കാരണം തീർന്ന്. ഇപ്പം ഇല്ലാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഇന്ന് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലല്ല, വെളിച്ചെണ്ണ ഇല്ല. അതുകൊണ്ട് ഇത് 394 1 കിലോ. ഇവിടെ MRP കിടക്കുന്നത് 800 രൂപയാണ്. ഞാൻ ഫോട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മറന്നുപോയി പോസ്റ്റ് ചെയ്യണം. 1/2 kgയുടെ MRP 400 രൂപയാണ് കിടക്കുന്നത്. 353 എങ്ങാണ്ടാണ് ഒരു ബില്ലിലിട്ടിരുന്നത്. 1/2 kg 353. ഇവിടെ നോക്ക്, 1 kg 396. വെരി ഗുഡ്. താങ്ക് യു ബിനു. ഏപ്രിൽ വരെ ഓടണം. ഇതൊക്കെ ഇനി അമ്മയുടെ ഐറ്റംസാണ്. ഇതൊക്കെ കെട്ടഴിക്കാനായി പാട്. ഇത്രയും കെട്ടി
ഒരു കൈ കൊണ്ട് പറ്റത്തില്ല, മൊബൈൽ മാറ്റട്ടെ. വെള്ളത്തിലിട്ട മാങ്ങയാണ് അമ്മ പാക്കിങ് സിദ്ധുവിന് കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ, അല്ലെ കുപ്പിയിലൊക്കെ കൊണ്ടുവരാൻ അവന് ബുദ്ധിമുട്ടാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടും കുറേ ഉണ്ട്. ഞാൻ ഇനി ഇത് കുപ്പിയിലോട്ട് മാറ്റണം. ഇത്തരം വെള്ളത്തിലിട്ട മാങ്ങകളാണ്. ഇതൊക്കെ അമ്മയുടെ ലൊട്ടിലൊടുക്ക് ഐറ്റംസാണ്. ഇതൊക്കെ ഇനി അഴിച്ചിട്ട് കാണിക്കാം. എന്തുവാ സംഭവം മനസ്സിലാവുന്നില്ല. ഓ സൂപ്പർ സൂപ്പർ. പച്ചക്കുരുമുളകും വീട്ടിലെ സ്റ്റാർ പുളി പറിച്ചിട്ട് ഇപ്പം ഒരാഴ്ചയായി. ഇത് ചീത്തയാവാറായി. നോക്കട്ടെ ഇതിന്റെ കണ്ടീഷൻ. ആ സ്റ്റാർ പുളി നീ അന്ന് വെച്ചാ വീഡിയോ ഒക്കെ ഇട്ടില്ലേ, അത് നോക്ക്. സ്റ്റാർ പുളി വലിയ കുഴപ്പമില്ല, എന്നാലും ഓക്കെ കഴിക്കാം. അതോ 2 ആഴ്ച ആവാറായി, എന്നാലും ഇത്ര ആയില്ല, കിട്ടിയല്ലോ. ഇന്ന് അവിടെ അന്ന് പറിച്ച കുരുമുളകായതില്ലയോ, കൊറേ ഉണ്ടല്ലോ. ആ തേക്കിന്റെ അവിടെ നിന്ന് ആ കുരുമുളകായതില്ലയോ. നീയാണോ പറിച്ചോ അതോ അമ്മൂമ്മയോ? വീഡിയോയില് കണ്ടില്ല, ഞാനും അമ്മൂമ്മ രണ്ടുപേരും വലിയ പാടാണ്. ഇത് ഒരു കുരുമുളക് ചെടിയിലാണോ അതോ? അല്ല, 2-3 ഇല്ലയോ? ഒരെണ്ണത്തിലൊക്കെ ഇതിൽ കൂടുതൽ കിട്ടും. അവിടെ ഒത്തിരി ഉണ്ടല്ലോ. ഇത് നല്ലതാ, ചീനി നല്ല ചീനി വേവിച്ചതും കുരുമുളക്, പച്ചക്കുരുമുളകും ഉള്ളിയും കൂടി ഇട്ട് അരച്ച് സൂപ്പറാ. അത്രയും കുരുമുളക് ചീനീന്റെ കൂടെ ഉപയോഗിക്കാനാണോ പോകുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ദോശ, നെയ്റോസ്റ്റ്. ഇന്ന് നെയ്റോസ്റ്റ് ഞാൻ അവനെ കൊണ്ടാക്കി തരാം വീട്ടിൽ. കുളിച്ചിട്ട് ചിലപ്പം കുളിച്ചിട്ട് പോവാ. ചൂടായി കാണും. ഓ ഇതെന്തൊരു പപ്പടോ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാ. അമ്പലപ്പുഴന്ന് മേടിച്ച. അമ്പലപ്പുഴ അമ്പലത്തിന്റെ അടുത്ത് വന്നോ? അത് കൊള്ളാമല്ലോ. 4 പാക്കറ്റ് എന്താ കാണിച്ചത്? ഓ ഒരു ദിവസം കൊണ്ട് ഇവിടെ 3 പാക്കറ്റ് എത്ര ഒരു ദിവസം കൊണ്ട് തീർത്ത് വരും. കുഞ്ഞു പപ്പടല്ലേ, ക്യൂട്ടാ. ഇത് എനിക്കാണ്. അതെന്തോ സംഭവം? എന്റെ അമ്മ ബോഡി വാഷ് വിവലോ ഇവിടെ കിട്ടത്തില്ലയോ? വിവലിന്റെ കിട്ടത്തില്ല, ഇത് കൂളിന്റെ. ഇത്രയും സോപ്പും പൗഡറും അതല്ല പറഞ്ഞ 10 സോപ്പ്, 10 ക്യൂട്ടീസ്, 10 രാധാസ്. എന്തുവാ? അരിയുണ്ട. നല്ല മണം. അമ്മ ഉണ്ടാക്കിയതാ. ഓ സ്പെഷ്യൽ അരിയുണ്ട. കൊറേ ഉണ്ടല്ലോ. അച്ചുവിന്റെ ഫേവറേറ്റ്. എനിക്ക് അരി ഉണ്ടോന്ന് ഇപ്പൊ അത്ര വലിയ പിടുത്തൊന്നുമില്ല. എനിക്ക് ഒരിക്കലും പിടിക്കത്തില്ല. അമ്മൂമ്മയ്ക്ക് വേറെ പണിയില്ല. ഉണ്ടാക്കില്ല. ഓക്കെ താങ്ക് യു. ഇത് ഡബ്ലോളിക്കാ വെറുതെ അമ്മ പിച്ചിട്ട് അത് കൊടുത്തു വിട്ടത്. എനിക്കിതൊന്നും അത്ര വലിയ പിടുത്തൊന്നും അല്ല. ഇനി ഞാനിതൊന്നുകൂടെ വേറൊരു രീതിയിലാക്കും. ഇത് പിന്നെ മാങ്ങ, ഉണക്കക്കൊഞ്ച്, ഉണക്കക്കുറിച്ചി അതൊക്കെയാണ്. മാങ്ങ കിട്ടിയതാട്ടെ. ഹൽവ ഇത് 3 കിലോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വെള്ളത്തിലിട്ട മാങ്ങ. ഇനിയുണ്ട്, ജസ്റ്റ് ഇതൊന്ന് കഴുകിയെടുത്തത്. ഒരെണ്ണം ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതിനെയും വറക്കണം. ഇതിന് എത്ര രൂപയാടാ സിദ്ധു? കൊഞ്ച്, ഉണക്കച്ചമ്മീൻ 1/2 കിലോ 600 രൂപയോ? അയ്യോ അത് ശരി കിടപ്പോ. ഇതോ ഈ എന്തോ ഇതിനെന്ത് പറയുന്നേ? ഇത് ഉണക്കക്കുറിച്ചി. ഇതിനെത്ര? 15-30 ഒരെണ്ണത്തിനോ? 15 ആയിരിക്കത്തില്ല, 30 ആയിരിക്കും. 15-ന് കിട്ടത്തില്ല എന്തായാലും. ഇതിന് 600 ആകുമ്പോ എന്തായാലും ഇത് 15-ന് കിട്ടത്തില്ല, 30 ആയിരിക്കും. 15 ഉള്ളോ? 15 ആണെങ്കിൽ ലാഭോ. ഇതിന് ഇതെല്ലാം വറക്കണമല്ലോ. ഇന്നത്തെ എന്റെ പരിപാടികൾ കുറെ ഉണ്ട്. ആരാ കെട്ടിയ? പ്രിയമ്മയാന്ന് തോന്നല്ലോ. പ്രിയച്ചിറ്റയുടെ കെട്ട്. ഇത് അഴിക്കണമെങ്കിൽ ഇതൊന്ന് അഴിച്ചതാടാ എന്റെ കൈക്ക്. എന്നാലും എനിക്ക് എന്താ ഇതിലൊന്നുള്ള ഒരു അറിയാനുള്ള ആകാംക്ഷ. ഒന്ന് അഴിച്ചു തന്നേടാ. ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് പോ. എന്റെ കൈ വേന എടുക്കുന്നത് നഖം വെട്ടി. ഇല്ല, ജസ്റ്റ് അഴിച്ചെടുക്കാൻ തന്നു. ആ കയറെടുക്കാമല്ലോ. അപ്പൊ
എവിടെയാ ഇതിന്റെ അത് അത്രയും ഭാഗം ഞാൻ അയച്ചു ഇതങ്ങോട്ടാ ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധിയൊക്കെ ഉണ്ട്. എന്റെ കൈക്ക് എന്നാലും നഖം പറ്റി കൈയുടെ ആയി. എനിക്ക് എവിടെ എനിക്ക് നഖവേ ഇല്ല. അതേ നഖം പോലും ഇല്ല. എന്നാലും ഞാനൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഇതാരാ ബ്രീജിറ്റാണ് ഇങ്ങനെ കെട്ടിയേ? പിന്നല്ലാതെ. അയ്യോ ഇത്രയും അവിടെ ഇങ്ങനെ ഇത്രയും പാക്കിങ്. ഇതിനകത്ത് എന്തൊക്കെയാ? ഇതിനകത്തായിരിക്കും വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എത്ര ഉണ്ട്? വെളിച്ചെണ്ണ ഇവിടെ. ഓ ഫുൾ കാർട്ടനാ? 10 കിലോ ആണെന്ന് തോന്നില്ലയോ? 10 kg പാക്കറ്റ്. ഓക്കെ ഓക്കെ. രാധാ സോപ്പ് ഇല്ലയോ? ഉണ്ടേ എല്ലാം ഉണ്ട്. ആണോ രാധാ സോപ്പ്? വിളിക്കുന്ന ഇനി ഞാൻ ഓക്കെ 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 ഓക്കെ. ഇനി ഞാൻ ഒരുക്കോളാം. അയ്യോ ഇത്രയും